എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിചാരിക്കുന്നത് നമ്മളാരെയും മുമ്പേയും പിമ്പേയും അല്ല. നമ്മളിങ്ങനെ അവരെ ഒപ്പം നടക്കാറുണ്ട്. അത് ചെറുപ്പക്കാരുടെ ആയാലും കുട്ടികളുടെ ആയാലും ഒപ്പം നടക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പം ആസ് എ ഹ്യൂമൻ ബീയിങ് ഇത് അവരുമായിട്ട് പുതിയ മനുഷ്യരുമായിട്ട് സംവാദിച്ചുകൊണ്ടേയിരിക്കുക, അല്ലെങ്കിൽ സംവദിച്ചുകൊണ്ടേയിരിക്കുക, അല്ലെങ്കിൽ പുതിയ ആശയങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കുക എന്നുള്ളത് നമ്മൾ അവസാനം വരെ ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് ഞാൻ കരുതുന്നു. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു എഡ്യൂക്കേറ്റർ മാത്രമല്ല, എനിക്കും അവിടെ നിന്ന് കിട്ടുക, നമുക്കും തിരിച്ച് നമ്മളും സ്വയം പഠിക്കുന്നുണ്ട്, പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് എനിക്കൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ചെയ്യാൻ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മളൊരു എഡ്യൂക്കേറ്റർ എന്ന് പറയുമ്പോൾ ഓക്കെ, നമ്മൾ ആ ഒരു ലേബലിലായിരിക്കും ഒരു സ്ഥലത്തോട്ട് നമ്മളെ പ്ലേസ് ചെയ്യപ്പെടുന്നത് എങ്കിൽ പോലും നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കാര്യം. അതൊരു നല്ല കാര്യമല്ലേ, ആക്ച്വലി ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല കാര്യമായിട്ട്. സാധാരണ സംഗീതത്തിനെ കുറിച്ചിട്ട് പറയല്ലേ, ഓരോ പെർഫോമൻസും ഓരോ പുതിയ പെർഫോമൻസ് ആണ്. പിന്നെ ഒരിക്കലും പഴയതല്ലാതെ. അത് പെർഫോമൻസിൻ്റെ ഏരിയ വേറെ തന്നെ ഏരിയയാണ്. എനിക്ക് തോന്നുന്നത് എൻ്റെ ശ്വാസം അല്ലെങ്കിൽ എൻ്റെ ജീവിക്കാനുള്ള പ്രേരണ എന്നൊക്കെ പറയുന്നത് ഓരോ പെർഫോമൻസുകളിലും കിട്ടുന്ന എനർജിയാണ്. അത് എന്ത് തരം പെർഫോമൻസുകളായാലും, ഈ പറയുന്ന തിയേറ്റർ നമ്മൾ ചെയ്യുന്ന ഏത് പെർഫോമൻസുകളെ, പ്രത്യേകിച്ച് സ്റ്റേജ് പെർഫോമൻസുകൾ, അതിനകത്ത് നമുക്ക് പിന്നീടല്ലല്ലോ, വളരെ മൊമെൻ്ററി ആയിട്ട് ആ മൊമെൻറ്റിൽ തന്നെയാണ് നമുക്ക് റെസ്പോൺസസ് കിട്ടുന്നത്. അത് ആ എനർജി എന്ന് പറഞ്ഞാൽ വല്ലാത്ത എനർജിയാണ്. ഞാൻ മുന്നേയും എനിക്ക് തോന്നുന്നു പല ഇൻ്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഈ സ്റ്റേജിൽ പാടുന്ന ദിവസം തിരിച്ചു വന്നിട്ട് ഉറങ്ങാൻ കഴിയാറില്ല എന്ന് പറഞ്ഞിട്ട്. അത് ഭയങ്കര ഓണായിരിക്കും. അത് ശരിക്കും പറഞ്ഞാൽ എനർജിയും സന്തോഷവും എല്ലാ സാധനത്തിൻ്റെ ഇതിലും നമുക്ക് ഉറക്കം വരില്ല അപ്പം എപ്പോഴും. അപ്പോൾ ഓരോ പെർഫോമൻസും തരുന്ന ഓരോരോ ഫീല് തന്നെയാണ്. അതാണ് ഞാൻ പറയാൻ വന്നത്. ഓരോ പെർഫോമൻസും പുതിയതാണ്. ഇപ്പോൾ നമ്മൾ സ്റ്റേജിൽ കയറുന്നതിനും ഒരു മൊമെൻ്റ് മുമ്പ് നമ്മൾ ചെറുതായിട്ടൊന്ന് ബ്ലാങ്ക് ആവും. ആ സമയത്ത് നമുക്ക് ചിലപ്പം ഈ പറഞ്ഞ പോലെ ഇതൊക്കെ മറന്നുപോയോ, പാട്ടൊക്കെ മറന്നുപോയ പോലെയൊക്കെ തോന്നും. എന്നിട്ട് നമ്മളൊരു ടേക്ക് ഓഫ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. അതിൽ പിന്നെ നമ്മളൊരു ട്രാൻസിലേക്ക് ഇങ്ങനെ പോയിട്ട് തിരിച്ച് ഇത് കഴിയുമ്പം വന്നെത്തി നിൽക്കുന്ന ഒരവസ്ഥയുണ്ട്. അതും ഒരവസ്ഥയും കൂടിയാണ്. അതിൽ ഈ പറയുന്ന പോലെ ഓരോ പെർഫോമൻസും ഓരോരോ നമ്മൾക്കിങ്ങനെ ജീവിക്കാനുള്ള ഓക്സിജൻ തരുന്ന പോലത്തെ പലതരം കാര്യങ്ങൾ മനസ്സിലാവുന്ന, നമ്മുടെ ഈ പറഞ്ഞ ഒരു പെർഫോമൻസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ എന്ത് ചെയ്തു, എന്ത് നമ്മൾ മാറ്റണം, എന്താ നമുക്ക് കിട്ടിയത്. അതൊരു പേഴ്സണൽ ലെവലിലുള്ള എക്സ്പീരിയൻസും ഉണ്ട്, മ്യൂസിക്കൽ ലെവലിലുള്ള എക്സ്പീരിയൻസും ഉണ്ട്, ആസ് എ ഹ്യൂമൻ ബീയിങ് അല്ലെങ്കിൽ സൊസൈറ്റി ജീവിക്കുന്ന ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിലുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. പല ലെവലിലും പലതരത്തിലും നമ്മൾ ട്രാൻസെൻഡ് ചെയ്യണം. പലതരത്തിലും ട്രാൻസെൻഡ് ചെയ്യണം. അപ്പോൾ ഈ പറഞ്ഞ ജെൻഡറും ഈ സാധനങ്ങളും എല്ലാ പലതരം ബോധങ്ങളാണല്ലോ ഇതിനകത്തുള്ളത്. അപ്പം എനിക്ക് തോന്നുന്നു എവറി പെർഫോമൻസ് ഇസ് ഫ്രഷ്, അല്ലെങ്കിൽ ന്യൂ പെർഫോമൻസ്, അല്ലെങ്കിൽ ന്യൂ എക്സ്പീരിയൻസ്.